സാഹിത്യ അക്കാദമിക്കെതിരെ വിമർശനവുമായി ശ്രീകുമാരൻ തമ്പി. കേരള സാഹിത്യ അക്കാദമിയിൽ നിന്ന് തനിക്കും ദുരനുഭവമുണ്ടായി. കേരള ഗാനത്തിനായി പാട്ടെഴുതി നൽകിയ ശേഷം അക്കാദമി ചാനലുകളിൽ പരസ്യം നൽകി. പാട്ട് സ്വീകരിച്ചതായി യാതൊരു അറിയിപ്പും അക്കാദമിയിൽ നിന്ന് ലഭിച്ചിട്ടില്ലെന്നും ശ്രീകുമാരൻ തമ്പി ഫേസ്ബുക്കിൽ കുറിച്ചു. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ചേരുന്നു. അഖിൽ, എന്തൊക്കെയാണ് ഇതേ തുടർന്നുള്ള വിശദാംശങ്ങൾ? കഴിഞ്ഞ കുറെ നേരമായിട്ട് കേരളത്തിലെ സാഹിത്യ അക്കാദമിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾക്ക് കുറച്ചുകൂടി അക്കം കൂട്ടുന്നതാണ് ഗാനരചയിതാവും എഴുത്തുകാരനുമായിട്ടുള്ള ശ്രീകുമാരൻ തമ്പിയുടെ ഇപ്പോഴത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ആ കുറിപ്പിൽ അദ്ദേഹത്തിന്, അതായത് നേരത്തെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനുണ്ടായ അനുഭവം അറിഞ്ഞ സമയത്ത് മാസങ്ങൾക്ക് മുമ്പ് തനിക്കുണ്ടായ ഒരു അനുഭവം കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. എല്ലാ കാലത്തും സർക്കാരിന് ഉപയോഗിക്കാൻ പാകത്തിലുള്ള ഒരു കേരള ഗാനം എഴുതി നൽകണമെന്ന് അക്കാദമിയുടെ സെക്രട്ടറി അബൂബക്കറും അതുപോലെ തന്നെ എഴുത്തുകാരനായ സച്ചിദാനന്ദനും കൂടി തന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആ പോസ്റ്റ് വലിയൊരു പൂർണ്ണരൂപം തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങൾ ഇപ്പോഴും ഉയരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും മണിക്കൂറുകളിലും അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ പല എഴുത്തുകാരിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാവുന്നത് പോലെ തന്നെ സർക്കാരിനെ പുകഴ്ത്തിയുള്ള നിരവധി ഗാനങ്ങൾ ഇപ്പോൾ വിവാദമാകുന്നുണ്ട്. മുഖ്യമന്ത്രിയെ വ്യക്തിപൂജ നടത്തുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ പോലും ഉണ്ടാകുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അഖിൽ പാലോട്ടുമടം.